ചില സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രദീപിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. എന്തിനാണ് വീടുകൾക്ക് റൂഫ് വർക്ക് അഥവാ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്നത്? ഈ ഡ്രസ് വർക്കുകൾ പൊതുവിൽ ചെയ്യുന്നത് 2-3-4 കാരണങ്ങളാലാണ്. ഒന്ന്, ഡ്രസ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഇന്ന് ഈ കോൺക്രീറ്റ് നമ്മുടെ മുകളിലെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നത് തന്നെ 2 വർഷം 3 വർഷത്തിനുള്ളിൽ ക്രാക്കാകുകയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭംഗിയാണ് ആഗ്രഹിക്കുന്നത്, വീടിന് നല്ല ഭംഗി ഉണ്ടാകണം. മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് ചൂട് കാലത്ത് നമുക്ക് സ്ലാബ് കോൺക്രീറ്റ് കരിങ്കല്ല് കൂടുതൽ പെട്ടെന്ന് ചൂട് ആകുന്നതാണല്ലോ, ഈ കരിങ്കൽ പൊടിയാണല്ലോ കൂടുതൽ ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തേക്ക് ഇറങ്ങുന്ന ചൂട് വീടിൻ്റെ അകത്ത് അതിൻ്റെ ഹ്യൂമിഡിറ്റിയിൽ വലിയ മാറ്റം വരുത്തും. ഈ മാറ്റം നമുക്ക് മെഡിക്കൽ സൈഡൊന്നും അറിയില്ലെങ്കിലും പറയുന്നത് നമുക്ക് ടെൻഷൻ വർദ്ധിക്കും, ചൂട് വർദ്ധിക്കും, ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇത് ഇല്ലാതാക്കാൻ പറ്റും. ഒരു നാച്ചുറൽ ക്ലൈമറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പായിരിക്കും. ഇതാണ് അതിൻ്റെ ഡ്രസ് വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നുള്ളത്. ഈ നിർമ്മാണം പൂർത്തിയായ സ്ഥലങ്ങളിൽ വീണ്ടും ചിലപ്പോൾ ചില വർക്കുകൾ വന്നേക്കാം. ഇപ്പോൾ നിർമ്മിച്ച സാധനങ്ങൾ എന്തെങ്കിലും പൊട്ടിപ്പോവുക, കേടുപാടുകൾ സംഭവിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താണ് നിങ്ങളുടെ ഒരു ഗ്യാരണ്ടി ആ കാര്യത്തിൽ? നിങ്ങളെ ലൈഫ് ടൈമായിട്ട് ഇതിൻ്റെ സർവീസ് കിട്ടുമോ? അതൊരു പ്രധാന ചോദ്യമാണ്. ഒരു വർക്ക് ചെയ്തു, അവിടെ പൊട്ടിപ്പോയി, ഇവിടെ പൊട്ടിപ്പോയി, ഇതൊക്കെ പലയിടത്തും കേൾക്കാറുണ്ട്. വേറെ പലരും ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും എന്നെ വിളിച്ച് പറയാറുണ്ട്. സമയമില്ലെങ്കിൽ പോലും വർക്കേഴ്സിന് അവിടെ നിന്ന് ഇവിടുന്ന് വലിച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. ഈ വർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന വർക്കിംഗ് മിസ്റ്റേക്കുകളും, ഇപ്പോൾ വെൽഡിങ് ഒരു പ്രധാനമാണല്ലോ, ഇത് വെൽഡ് ചെയ്ത് വെക്കുന്ന സംഗതിയാണല്ലോ, അത് പൊട്ടിപ്പോവുക, അവിടെ ഏതെങ്കിലും സംഭവം ഉണ്ടാകുക, വളഞ്ഞു പോവുക, അതിൻ്റെ സ്പാൻ കൂടി വന്ന് അതിൻ്റെ മറ്റേ കാൻലിവർ കൂടി പോയിട്ട് വളഞ്ഞു വരിക, ഇതെല്ലാം അങ്ങനെ വന്നാൽ സ്വാഭാവികമായും നമ്മളത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അത് ചെയ്യും. ഇത്തരം പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുന്ന ജ്യോതി എഞ്ചിനീയറിംഗ് വർക്സിൻ്റെ സാരഥി പ്രദീപിന് എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. ചില സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രദീപിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. എന്തിനാണ് വീടുകൾക്ക് റൂഫ് വർക്ക് അഥവാ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്നത്? ഈ ഡ്രസ് വർക്കുകൾ പൊതുവിൽ ചെയ്യുന്നത് 2-3-4 കാരണങ്ങളാലാണ്. ഒന്ന്, ഡ്രസ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഇന്ന് ഈ കോൺക്രീറ്റ് നമ്മുടെ മുകളിലെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നത് തന്നെ 2 വർഷം 3 വർഷത്തിനുള്ളിൽ ക്രാക്കാകുകയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭംഗിയാണ് ആഗ്രഹിക്കുന്നത്, വീടിന് നല്ല ഭംഗി ഉണ്ടാകണം. മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് ചൂട് കാലത്ത് നമുക്ക് സ്ലാബ് കോൺക്രീറ്റ് കരിങ്കല്ല് കൂടുതൽ പെട്ടെന്ന് ചൂട് ആകുന്നതാണല്ലോ, ഈ കരിങ്കൽ പൊടിയാണല്ലോ കൂടുതൽ ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തേക്ക് ഇറങ്ങുന്ന ചൂട് വീടിൻ്റെ അകത്ത് അതിൻ്റെ ഹ്യൂമിഡിറ്റിയിൽ വലിയ മാറ്റം വരുത്തും. ഈ മാറ്റം നമുക്ക് മെഡിക്കൽ സൈഡൊന്നും അറിയില്ലെങ്കിലും പറയുന്നത് നമുക്ക് ടെൻഷൻ വർദ്ധിക്കും, ചൂട് വർദ്ധിക്കും, ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇത് ഇല്ലാതാക്കാൻ പറ്റും. ഒരു നാച്ചുറൽ ക്ലൈമറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ